ഡ്രൈ ആവാണ്ട് നോക്കണം. അപ്പോൾ തേക്കണത് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് തേക്കണം കുളി കഴിഞ്ഞിട്ട് തേക്കും. പിന്നെ മെഡിസിൻ ഉണ്ട്, ഗുളിക ഉണ്ട് രാത്രി, അത് കഴിക്കും. അങ്ങനെ നമുക്ക് നിലനിർത്താൻ പറ്റും. ഈ വെയിലടിച്ച ബോഡി കൂടുതൽ ഹീറ്റായി മറ്റേ ഇവിടെ ഇതൊക്കെ വരും, കുരു, അതായത് പൊട്ടി ചോര വരിക, പിന്നെ കാലൊക്കെ പൊട്ടും, ഡ്രൈ ആവും അങ്ങനെ. പിന്നെ മൂക്കും ഈ വായയുടെയും കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ പൊട്ടും, അതിൻ്റെ ഈ ഭാഗത്തൊക്കെ. അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഇതിനെല്ലാം തരണം ചെയ്തിട്ടാണ് മുസ്തഫ ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്നത്. നമ്മളിന്ന് മുസ്തഫയുടെ ഒരു കുറേ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി പോകട്ടെ. അതിന് മുന്നേ മുസ്തഫയെ നമുക്കൊന്ന് പരിചയപ്പെടാം. മുസ്തഫ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ +1 തൃശ്ശൂർ പ്രസിഡൻസി കോളേജ് ആണല്ലേ. ഓക്കെ, നമ്മുടെ മുന്നിലൊരു കീബോർഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ വായിച്ചാലോ? വായിക്കാം. ബാലേട്ടല്ലേ ഇന്നലെ എൻ്റെ നെഞ്ചിലെ, അതൊന്ന് പാടിത്തരുമോ? ശരി. ഇപ്പോൾ നോർമലായിട്ടാണ് മുസ്തഫ ഇത് വായിച്ചത്. ഇതിനൊരു ബാക്കിംഗ് വോയിസ് ഉണ്ട്, നമുക്ക് അത് കേട്ടിട്ട് നോക്കാം. എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിംഗ് വോയിസ് ഇടുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. പക്ഷേ കുറച്ച് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മളത് ഇടാത്തത്. എങ്കിൽ നമുക്കൊരു 10 സെക്കൻഡ് ബാക്കിംഗ് വോയിസോടെ ഒന്ന് വായിക്കൂ ഇട്ടിട്ട്. ഇതിപ്പോൾ എത്ര കൊല്ലമായി പഠിക്കുന്നു? ഇതിപ്പോൾ 7 കൊല്ലമായി. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിച്ചതാണിത്. 4ാം ക്ലാസ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ 4 വെക്കേഷനൊക്കെ ആകുമ്പോൾ ഒരെണ്ണം മേടിച്ചു. അപ്പം അത് ചെറുത് കാരണം വായിക്കാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 10 കഴിഞ്ഞിട്ട് 10 വെക്കേഷൻ ആകുമ്പോൾ പുതിയതൊരെണ്ണം മേടിച്ചു, പ്രോഗ്രാമിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പ്രോഗ്രാമൊക്കെ പോവാറുണ്ടോ? അങ്ങനെ അങ്ങനെ ആൾക്കാർ ചെറിയ പരിപാടിക്കൊക്കെ വിളിച്ചാൽ പോവല്ലേ? എന്തായാലും മുസ്തഫയുടെ നമ്പർ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുസ്തഫയുടെ പ്രോഗ്രാം എടുക്കണം ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ഇതെന്താ ഇങ്ങനെ പഠിക്കാൻ കാരണം? അത് TV-ലൊക്കെ ഇങ്ങനെ കാണും. ആണോ? നമ്മളൊരു പഠിക്കാൻ ഒരു പൂതി പോലെ. എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും ഒരു മോട്ടിവേഷൻ ആരെങ്കിലും വായിക്കുന്നത് കണ്ടോ? അങ്ങനെ അല്ല, TV-ൽ ജസ്റ്റ് കണ്ട് നമ്മള് ഇഷ്ടം തോന്നി കൂടുതൽ. ഇത് ആദ്യം ആരോടാ പറഞ്ഞേ എനിക്ക് ഇങ്ങനെ പഠിക്കണം? ഉമ്മാട് പറഞ്ഞു. ഉമ്മ എന്ത് പറഞ്ഞപ്പോ? ചേർക്കാൻ പറഞ്ഞു. ഉമ്മ ഉപ്പാട് പറഞ്ഞ് ഒരു ക്ലാസ്സിൽ എരുമപ്പെട്ടി തൃശ്ശൂര് അവിടെ ചേർത്തൊരു ക്ലാസ്സിൽ. അപ്പോൾ കുറച്ച് കാലം അവിടെ പഠിച്ചു. അപ്പോൾ ആ സാറ് പറഞ്ഞു മേടിക്കാണ് നല്ലത്, നമുക്ക് പഠിക്കാം, വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാനൊക്കെ. അപ്പോൾ അവിടുത്തെ ആ സാറ് പോയി, ആള് പിന്നെ സ്ഥലം മാറിപ്പോയി കുന്നംകുളത്തേക്ക്. അപ്പോൾ അവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ ഇത് പഠിച്ചിട്ടുണ്ട്, ആരോൺ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ. അപ്പോൾ ആളാണ് വീട്ടിൽ വന്നിട്ട് എനിക്കിത് പഠിപ്പിച്ചെന്ന്. അപ്പോൾ എൻ്റെ നോട്ടൊക്കെ ആളാണ് പഠിപ്പിച്ചെന്ന്, പാട്ടും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. പിന്നെ അത് പഠിക്കൽ കഴിഞ്ഞു. ഇപ്പോൾ പാട്ടൊക്കെ സ്വയം യൂട്യൂബിൽ നോക്കിയിട്ട് പഠിക്കും, സ്വയമായിട്ട് പഠിക്കും. അത്യാവശ്യം എല്ലാം പഠിച്ചു. ഇപ്പോൾ പാട്ടൊക്കെ വായിക്കാൻ പറഞ്ഞാൽ ഇത് വായിക്കാം. സ്കൂളിലെ സ്റ്റാർ ആണോ? അപ്പോൾ സ്കൂളിലെ പരിപാടിയൊക്കെ എല്ലാ പരിപാടിക്കും ഉണ്ടാവും. എല്ലാ പരിപാടിക്കും ഉണ്ടാവും അല്ലേ? ഓക്കെ.
വേറെ എന്തെങ്കിലും പഠിക്കാൻ താല്പര്യം തോന്നിയില്ലേ? വയലിനോ അങ്ങനെ ഒന്നും? ഇല്ല, ഇതിനോട് തന്നെ. ഇതിനോട് തന്നെ, ഇതാണ് ഫോക്കസിങ്. എന്താ ഏറ്റവും വലിയ ആഗ്രഹം ജീവിതത്തിൽ? ഈ മ്യൂസീഷ്യൻ ആവണം ആഗ്രഹമുണ്ട്. സിനിമയിലൊക്കെ ഒരു ഒരെണ്ണം വായിക്കണം ആഗ്രഹമുണ്ടോ? പറഞ്ഞോ, ക്യാമറയിലൊക്കെ പറഞ്ഞോ. അങ്ങനെ സിനിമയിലൊക്കെ മ്യൂസിക് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ വരികച്ചിങ്ങ. ഉമ്മ പറയുന്നത് കേട്ടു ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കറാണെന്ന്, സെൽഫായിട്ട്. ശരിയാണോ? ചെറുതായിട്ടൊക്കെ. ആണോ? ജീവിതത്തിൽ ഒരുപാട് ഇപ്പോൾ മുസ്തഫയുടെ ഇപ്പോൾ സ്കിൻ ഡിസീസ് ഉണ്ടല്ലോ, അതുപോലെ ഒരുപാട് ഇഷ്യൂ ഉള്ള ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ അവരാരും പുറത്തോട്ട് വരാറില്ല. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് അവർക്ക് നാണക്കേടാ, ഭയങ്കര നാണക്കേട്, മറ്റുള്ളവർ കളിയാക്കുന്നുള്ള പേടി, പിന്നെ ഇവരെങ്ങനെ കാണും എന്നുള്ള പേടി. അപ്പൊ ഇങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ മുസ്തഫ അതിനൊക്കെ മാറി ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കുന്നു, ചിരിക്കുന്നു, എല്ലാവരുടെ ഇടപഴകുന്നു. അതെങ്ങനെയാ? സ്വയമായിട്ട് ചെയ്തെടുത്തതാണോ അത്? അതെ, സ്വയമായിട്ട്. പിന്നെ വീട്ടുകാരോടെ മോട്ടിവേഷൻ ഉണ്ട്, നല്ല സപ്പോർട്ട് ഉണ്ട്. പിന്നെ കൂട്ടുകാരന്മാരായാലും ടീച്ചേഴ്സ് ആയാലും ഭയങ്കര സപ്പോർട്ടാണ്. നമ്മള് ഒരിക്കലും അങ്ങനെ നമ്മളെ മാറ്റി നിർത്തിയായിട്ട് ഒന്നും തോന്നിയിട്ടില്ലല്ലേ? ഇല്ല. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചർമാരൊക്കെ വിളിക്കും. ലീവായാലും ഇപ്പോൾ ഉച്ചയായിരുന്നു സ്കൂളിൽ പോണത്. അപ്പോൾ ടീച്ചർമാരും അങ്ങനെ പോകാൻ കാരണം അത് ചൂട് തീരെ പറ്റില്ല. അപ്പോൾ ഉച്ച വരെയുള്ള സമയം മാത്രം ക്ലാസ്സിൽ ഇരുന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം വീട്ടിലിരുന്ന് പഠിക്കണം. യൂട്യൂബ് ക്ലാസ്സും. അപ്പൊ എങ്ങനെ പഠിക്കുമോ? യൂട്യൂബ് ക്ലാസ് നോക്കും. പിന്നെ ടീച്ചർമാര് സപ്പോർട്ട് ചെയ്യും, പറഞ്ഞു തരുമൊക്കെ ചെയ്യും. എങ്കിലും നമ്മൾ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതും വീട്ടിലിരുന്ന് പഠിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമില്ലേ? അപ്പൊ അങ്ങനെ സങ്കടം തോന്നാറുണ്ടോ? അങ്ങനെ മുന്നേ തോന്നിയായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് ശീലമായില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വീട്ടിൽ നമുക്ക് വായിച്ച് പഠിച്ചു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചർമാരോട് ചോദിച്ചാൽ, പിന്നെ പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നാൽ ടീച്ചർമാർ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരും. അപ്പൊ നമുക്കത് കുഴപ്പമില്ലാണ്ട് പഠിക്കാൻ പറ്റും. ഓക്കെ. ജീവിതത്തിൽ ഇങ്ങനെ ഭയങ്കര സങ്കടമൊക്കെ വരുമ്പോൾ എന്താ ചെയ്യാ? ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നവരോടാ? ഉമ്മാട് ഷെയർ ചെയ്യും. പിന്നെ ഇത് വായിക്കുവോ? ഇതൊക്കെ നമ്മള് വെറുതെ ഇരിക്കുമ്പോ വായിക്കും. ഇഷ്ടപ്പെട്ട വായിച്ചാലോ? ഒന്ന് വായിച്ചു തരണോ? ഇപ്പോൾ ഒരു മുസ്തഫ മ്യൂസിക് വായിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകൾക്ക് എന്താ തോന്നണമെന്ന് അറിയോ? ശരിക്കും അവർ കേൾക്കുമ്പോൾ അവർക്ക് എന്താ ഫീൽ ചെയ്യണമെന്ന് അറിയോ? അപ്പോൾ സന്തോഷം കൊടുക്കുമ്പോൾ നമുക്ക് മുന്നിലിരിക്കുന്ന ആൾ ആരായിരിക്കും അറിയാമോ? ഒരു ഏഞ്ചലായിരിക്കും. ശരി, മനസ്സിലായോ? അതായത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നത്. അപ്പോൾ മുസ്തഫ ഭയങ്കര ഒരു ഏഞ്ചലാണ്. ഭയങ്കര രസകരമായിട്ട് വായിക്കുന്നത്. കാരണം നമുക്കത് ഫീൽ ചെയ്യും. ചിലരിങ്ങനെ വായിക്കും നോർമലായിട്ട്, അത് ഓക്കെ, നമുക്ക് കേൾക്കുമ്പോൾ ഒരു മ്യൂസിക് അതിൻ്റെ അപ്പുറത്തോട്ട് അത് നമുക്ക് നമ്മുടെ ഇമോഷനുമായിട്ട് കണക്റ്റ് ആവണം നിർബന്ധമില്ല. പക്ഷേ ഇത് മുസ്തഫ വായിക്കുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നു. അതൊരു ഭയങ്കര ഒരു ലക്കിയാണ് കേട്ടോ. കാരണം എനിക്കിപ്പോൾ ഇപ്പം ഞാനാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തത്. മുസ്തഫയുടെ ഇതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി.